കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹാപ്പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിലെ ദുരൂഹത അകറ്റാൻ ഒടുവിൽ നടപടിയാകുന്നു. മൃതദേഹത്തിനൊപ്പം പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ വസ്തു പരിശോധിക്കാൻ DGPയുടെ നിർദ്ദേശം. 2020-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോ സക്കറിയുടെ മൃതദേഹമാണ് രണ്ടാമത്തേതെന്ന് സംശയമുന്നയിച്ച് കുടുംബം രംഗത്ത് വന്നു. വാണിയപ്പാറ ഇടവകയിൽ നിന്ന് വിവാഹിതനായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി ജോസിന്റെ തിരോധാനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സ്പോട്ട് ലൈവാണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ കുടുംബം DGPക്ക് പരാതി നൽകുകയായിരുന്നു. ആ ബോഡി ഈ പറഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒത്തുവരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. എൻ്റെ ഈ ബന്ധുവാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ബോഡി പുറത്തെടുത്ത് അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിലവിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഇയാളെ മിസ്സിംഗ് എന്ന പേരിൽ പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കാര്യത്തിന് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയണമെന്ന് ഞങ്ങൾക്ക് വളരെ ആവശ്യം. ബോഡി കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ വാർത്തയിൽ എഴുതി കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും ഒരു അതായത് നമുക്കറിയത്തില്ലല്ലോ, ആരെയും പഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ പറയുന്നത്. എങ്ങനെ പറ്റിയെന്നുള്ളത് ഞങ്ങൾക്കൊന്ന് അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു. 2014 നവംബറിലാണ് അവർ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് ചെറുക്കനെ. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ഇവർ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുക്കൻ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. സംശയം ഇപ്പം ഇങ്ങനെ ഈ വാർത്ത വന്നപ്പം ഇത് കേട്ടതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയം. കണ്ണൂർ കോഴിക്കോട് റൂറൽ SP-മാർക്കാണ് അന്വേഷണ ചുമതല. കല്ലറയിലെ പായയിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരി ഇടവകങ്ങളും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, പല രീതിയിലുള്ള ദുരൂഹതകളും സംശയവും ഉണർത്തുന്ന ഒരു കേസ് കൂടിയാണിത്. പ്രത്യേകിച്ച് ആളുകളെ സംബന്ധിച്ച്, അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച്, ഇടവക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്, ഭീതിയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ഒടുവിൽ. കാരണം തുടക്കത്തിൽ പോലീസ് ഈ ഒരു വിഷയത്തോട് ഈ വിഷയത്തെ അത്ര കാര്യമായ ഒരു ഗൗരവത്തിലെടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനുശേഷം ഈ വിഷയത്തിൽ ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യവുമായി പള്ളി കമ്മിറ്റിയും സഭാ നേതൃത്വവും രംഗത്ത് വരുന്നു. ഒടുവിൽ ഈ കേസ് അന്വേഷിക്കാൻ, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോഴിക്കോട് നിന്ന് കാണാതായ യുവാവിൻ്റെ തിരോധാനവുമായി ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ? നേരത്തെ സ്പോട്ട് ലൈവ് ഈ വിഷയം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കേസ് കൂടിയാണല്ലോ. തീർച്ചയായും ടോമെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സ്പോട്ട് ലൈവ് വിശദമായി ചർച്ച ചെയ്തതാണ് സിജോസ് കറിയ എന്ന് പറയുന്ന ഇയാളെ കാണാതായതും ഇത്തരത്തിൽ ഇത് സംശയം ഇങ്ങനെ ഈ ഒരു വസ്തു അത് സിജോ കറിയുടെ മൃതദേഹമാണോ എന്ന തരത്തിലുള്ള വിശദമായ റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് കുടുംബവും ഈ സംശയം ഉന്നയിച്ച് രംഗത്ത് വരികയും പിന്നീട് അവർ കുറ്റ്യാടി പോലീസിൽ വീണ്ടും പരാതി നൽകി. അതോടൊപ്പം DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം അല്പസമയത്തിനകം കുറ്റ്യാടി പോലീസ് ഇപ്പോൾ ഈ പള്ളിയിൽ എത്തുമെന്നാണ്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ ഒരു പായ തുറന്ന് പരിശോധന നടന്നേക്കാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ ആകാമായിരുന്നു. അതുതന്നെയാണ് പള്ളി ഇടവക അംഗങ്ങളും അതുപോലെ തന്നെ പള്ളി വികാരിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞത്. പരാതി നേരത്തെ നൽകിയിരുന്നു, പക്ഷേ പോലീസ് അതിന് തയ്യാറായില്ല. ഇത് ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന രീതിയിലേക്കായിരുന്നു പോലീസ് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതായത് കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് റൂറൽ SP-മാർക്ക് പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിനായി. അതാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ഒരു പക്ഷേ ഈ സംഘം ഇപ്പോൾ എത്തിയാൽ ഒരു പക്ഷേ ഇന്ന് തന്നെ ഇത് പായ തുറന്ന് ഇതിനകത്ത് എന്താണ് എന്നുള്ളത്, ഈ വസ്തു എന്താണെന്നുള്ളത് ഒരു കണ്ടെത്തലിലേക്ക് പോകും. അങ്ങനെ മൃതദേഹമാണ് കണ്ടെത്തുന്നതെങ്കിൽ ഇതിൽ വലിയ തോതിലുള്ള ചുരുളഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതാരുടെ മൃതദേഹമാണ് എന്ന ഒരു വലിയ ചോദ്യം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അത് ബലമേകുന്നതായിരിക്കും. ഇനിയിപ്പോൾ DNA ടെസ്റ്റ്, അതായത് ഈ സിജോ കറിയുടെ DNA പരിശോധന നേരത്തെ അവരുടെ ബന്ധുക്കളിൽ നിന്നും ശേഖരിച്ചിരുന്നു. അപ്പോൾ മൃതദേഹമാണെങ്കിൽ ആ മൃതദേഹത്തിൽ നിന്നും ഇത്തരം വസ്തുക്കൾ പരിശോധിച്ച് ഇത് സിജോ കറിയുടെ ആണോ എന്ന് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ സിജോസ് കറിയുടെ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു മൃതദേഹം ഈ ഒരു കല്ലറക്കകത്ത് വന്നു? അത് വലിയ ചോദ്യമായിരിക്കും. ഒരു പക്ഷേ
അത് വലിയ അന്വേഷണത്തിലേക്കൊക്കെ കടക്കേണ്ടി വരും. ഒരുപക്ഷെ വലിയ കൊലപാതകത്തിന് ചുരുളഴിയുമോ, അങ്ങനെ ദുരൂഹതകൾ ഒരുപാടുണ്ട്. ഏതായാലും 10 ദിവസമായിരിക്കുന്നു ഈ ഒരു സംഭവം നടന്നിട്ട്. പോലീസ് അനങ്ങിയില്ല. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ പായ തുറക്കാതെ തന്നെ ഇത് മൃതദേഹമാണ് 2006-ലെയും 2015-ലെയും എന്ന ഒരു കണ്ടെത്തലിലേക്ക് എത്തുകയും അതിൽ അസ്വാഭാവികമൊന്നുമില്ല എന്ന രീതിയിലേക്ക് പറയുന്ന സാഹചര്യം വേണ്ടത്. പള്ളിയിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടായി. അതോടൊപ്പം ഏറ്റവും ഒടുവിലായി നമ്മൾ പുറത്തുവിട്ട ഈ സിജോസ് കറിയയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട സംശയം അതിപ്പോൾ വലിയ തോതിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് ഇത് DGP തലത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നത്. 2 റൂറൽ SP-മാരുടെ നേതൃത്വത്തിൽ വലിയ സംഘം തന്നെ ഇത് പരിശോധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നത്. എന്തായാലും ഇന്ന് ഒരു പക്ഷേ ഇന്ന് തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നേക്കാം. അതല്ലെങ്കിൽ നാളത്തേക്ക് ഇതിലൊരു ഈ വസ്തു എന്താണെന്ന കാര്യത്തിൽ സംബന്ധിച്ച് ഒരു പരിശോധന ഉണ്ടാകും. അതിലൊരു ഉത്തരം കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പായൽ അസ്വാഭാവികമല്ലാത്ത വസ്തുവാണെങ്കിൽ ആ പ്രശ്നം തീർന്നു. ഇതായിരുന്നു നേരത്തെ പള്ളി വികാരി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെ ഇതിലൊരു ദുരൂഹത അകറ്റണമെന്ന ആവശ്യം നിരന്തരം ഇവർ ഉന്നയിച്ചിട്ടും പോലീസ് അതിൽ സ്വീകരിച്ചില്ല. പോലീസിന് ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിച്ച് ആളുകളുടെ ആശങ്ക അകറ്റുന്നത് കൊണ്ട് മറ്റു നഷ്ടങ്ങളൊന്നുമില്ലല്ലോ. മാത്രമല്ല അത് ഏത് രീതിയിലുള്ള ചെറിയ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരമൊരു സംശയം അവിടെ നിലനിൽക്കുന്നത് സ്വാഭാവികമായും വിശ്വാസി സമൂഹത്തെ മാത്രമല്ല, അത് അവിടുത്തെ ആ പ്രദേശത്തുള്ളവരെ പോലും ബാധിക്കുന്ന, അവരെ വലിയ ഭീതി ഉണർത്തുന്ന ഒരു സംഭവം കൂടിയാണ്. ഇത് ഈ സിജോസ് കറിയുടെ, അതായത് കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ പരാതിയെ തുടർന്നാണോ ഈ സെമിത്തേരി തുറന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം നടത്താൻ, ഈ കല്ലറ തുറന്ന് ഒരു പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് DGP എത്തിയത്? തീർച്ചയായും ഇതിനൊരു വേഗത ഉണ്ടായത് ഈ ഒരു സംഭവത്തോടു കൂടിയാണെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു, പരാതി നൽകുകയാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് ഇത് പരിശോധിക്കാമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതിനൊരു വേഗത ഉണ്ടായിരുന്നില്ല. ഇത് വളരെ പെട്ടെന്ന് ഈ ഒരു സംഭവത്തിനൊരു ഉത്തരം വേണമെന്നായിരുന്നു നേരത്തെ പള്ളി ഭാരവാഹികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് പോലീസ് അത്തരത്തിലൊരു ഗൗരവത്തിലെടുത്തിരുന്നില്ല. പക്ഷേ ഈ സിജോ കറിയുടെ ഈ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടി, ഇങ്ങനൊരു ആവശ്യം ഇവർ ഉയർത്തിയതോടുകൂടി അത് വലിയ വേഗത വന്നു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഇന്ന് രാവിലെയൊക്കെ ഇതിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്പസമയം മുമ്പാണ് DGP നിർദ്ദേശം വിട്ടത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കുറ്റ്യാടി പോലീസ് പള്ളിയിലേക്ക് എത്തുന്നു. അത് ഒരു പക്ഷേ ഇന്ന് തന്നെ ഒരു പക്ഷേ 3 മണി 4 മണിയോടുകൂടി അത്തരം പരിശോധന നടന്നേക്കാം. ഏതായാലും ഫോറൻസിക് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടും കാര്യമായ കണ്ടെത്തലുകൾ എന്താണ് ഈ പായയുടെ അകത്ത് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തായാലും 93 മൃതദേഹങ്ങളാണ് ഈ സെമിത്തേരിയിൽ മൊത്തമായി സംസ്കരിച്ചിട്ടുള്ളത്. അത് രജിസ്റ്ററിൽ അത്തരം വിവരങ്ങളും ഉണ്ട്. ഇനി ഈ ഒരു പരിശോധനയിൽ DNA പരിശോധന വരുന്ന മുൻപ് തന്നെ 94 മൃതദേഹങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിശോധനയിൽ കണ്ടെത്തുന്നതെങ്കിൽ വളരെ എളുപ്പമാണ് ഒരു അസ്വാഭാവികത അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ. അങ്ങനെ പോലീസിന് കൃത്യമായ ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. ഇതെന്താണ് ഈ പായക്കകത്തുള്ള വസ്തു എന്ന് തുറന്നു നോക്കിയാൽ തന്നെ ഇതിൽ വലിയ തോതിലുള്ള അന്വേഷണത്തിൽ കടക്കാൻ പറ്റും. വലിയ പഴക്കം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ സിജോ കറിയ കാണാതായ ആ ഒരു സമയം അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അത് ഒത്തുചേരുന്നുണ്ടെന്നാണ് ഒരു രീതിയിലുള്ള ഒരു നിഗമനം. അതായത് 2014 സിജോസ് കറിയ ഇവിടത്തേക്ക് വിവാഹം കഴിച്ചത് സ്വന്തം വീട്ടിൽ നിന്നും. ഈ ഒരു സംഭവം, ഈ കേസ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം ഈ ഇടവക പള്ളിയിൽ ഒരു കുടുംബക്കല്ലറ, ഒരാളുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബക്കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു അസ്വാഭാവികമായി എന്തോടെ കണ്ടെത്തിയത്. പക്ഷേ ഇത് എത്ര നാളിന് ശേഷമാണ് ഈ കല്ലറ തുറന്നതെന്ന് അറിയണം. കാരണം ഇതിനു മുൻപ് അവിടെ എത്ര നാൾ മുൻപാണ് ഒരാളെ അവിടെ സംസ്കരിച്ചതെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വിശദമായ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഈ സിജോസ് കറിയെ കാണാതായത് ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് ഈ വിഷയത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നില്ലേ? കുടുംബം പരാതി നൽകിയിരുന്നില്ലേ? ഇത് ആരിലേക്കാണ് ഈ സംശയം നീങ്ങുന്നത്? ടോമെ, 2015 ഏറ്റവും അവസാനമായി ഈ ഒരു കല്ലറയിൽ 38-ാം നമ്പർ കല്ലറയിൽ സംസ്കാരം നടന്നിരിക്കുന്നത്. അതിന് മുമ്പ് 2006 ഈ 2006 എന്ന് പറയുമ്പോൾ ടോമിനത് അറിയാം, ഇത്രയും വർഷം 20 വർഷത്തോളം ഈ ഒരു മൃതദേഹം അതിനകത്ത് അങ്ങനെ കിടക്കില്ല, അത് അലിഞ്ഞ് ഇല്ലാതാകും. അത് മാത്രമല്ല ഒരു മൃതദേഹം അവിടെ ഉണ്ടെങ്കിൽ
പിന്നീട് അതിന് തൊട്ട് സമീപത്തായി മറ്റൊരു മൃതദേഹം സംസ്കരിക്കുന്ന ഒരു രീതി ക്രിസ്ത്യ ആചാരപ്രകാരമില്ല. കാരണം അത് ഒരു അനാദരവാണ്, മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവാണ്. ഇതിപ്പോൾ നമ്മൾ ഈ പായൽ കെട്ടിയ ഫോട്ടോ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് ഒരു പക്ഷേ അത്രത്തോളം കയറൊക്കെ വെച്ച് കെട്ടിയ രീതിയിലാണുള്ളത്. അങ്ങനെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ, ഒരു സെമിത്തേരിയിൽ പവിത്രമായ ഒരു ചടങ്ങായി നടത്തുന്നതാണ്. അവർക്ക് ആ രീതിയിലുള്ള അന്തിമോപചാരം ഒക്കെ അർപ്പിക്കുന്നതാണ്. അങ്ങനെ ഗ്രീൻ പ്രോട്ടോക്കോളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരം സംസ്കാരങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു രീതിയെ നമുക്ക് ഈ ഫോട്ടോ വരുമ്പോൾ കാണുന്നില്ല. അത് തന്നെയാണ് പള്ളി വികാരിയും പറയുന്നത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് തുറന്നു പറയുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു. എങ്കിലും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇതിൽ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പോലീസ് ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോഴും പള്ളി വികാരിയാണ് ഇതിൽ മുൻകൈയെടുത്ത് ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവും. ആ വസ്തു അത് തുറന്ന് പരിശോധിക്കണമെന്ന് കൃത്യമായ നിലപാടെടുത്തത് ആ പള്ളി വികാരിയാണ്. അതോടൊപ്പം ഇടവക അംഗങ്ങളാണ്, നാട്ടുകാരാണ്. അവർക്ക് ആ സംശയം മാറ്റിയേ തീരൂ. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ടോം നേരത്തെ ചോദിച്ച പോലെ ഈ സിജോന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് 2014 അവിടെ വിവാഹം കഴിച്ചു വരുന്നു. പിന്നെ വീട്ടുകാരുമായി, അവർ സ്വന്തം വീട്ടുകാരെ ബന്ധവുമില്ല, അവിടെ തന്നെയായിരുന്നു. അത്യാവശ്യം കേസുകളൊക്കെ ഉണ്ട് ഇയാൾക്കെതിരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2021 കൂടിയാണ് ഈ കുടുംബം ഈ സിജോ സ്കറിയയെ കുറിച്ച് അന്വേഷിക്കുന്നതും പിന്നീട് അവർ വീട്ടുകാർ പറയുന്നത് ഒരു കടയിലേക്ക് എന്ന് പറഞ്ഞു പോയ സിജോ സ്കറിയ പിന്നീട് വന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. ഒരുപക്ഷെ അത്തരം മൊഴികളൊക്കെ പോലീസിന് എടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ പിന്നീട് ഈ കുടുംബം, ഈ ബന്ധുക്കൾ പരാതി നൽകുന്നു. കുറ്റ്യാടി പോലീസ് ആദ്യം അന്വേഷണം ഊർജിതമായി തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് സ്വാഭാവികമാണ്, ഏത് കേസ് പരിശോധിച്ചു കഴിഞ്ഞാലും അതിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു വേഗത പിന്നീട് ഉണ്ടാകാറില്ല. അത് തന്നെയാണ് ഇതിലും സംഭവിച്ചത്. പിന്നീട് സിജോ സ്കറിയ തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഇല്ലാതായി. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇങ്ങനെ ഒരാളെ തിരോധാനം ഉണ്ടായി എന്ന കൂടി ഇവർ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇവർക്ക് സംശയം ഇരട്ടിച്ചത്. അങ്ങനെയാണ് ഇവർ ഇതിൽ വരുന്നതും ഇവർ പരാതിയുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും ഇവർ ഇപ്പോൾ തയ്യാറല്ല. അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ, ആ വസ്തു അത് തുറന്ന് പരിശോധിച്ച് അതിൽ സിജോയുടെ മൃതദേഹമാണോ എന്ന് അവർക്ക് അറിയണം. മാത്രമേ അവരിപ്പോൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും അവർ മുതിരുന്നില്ല. അത് അവരുടെ പ്രതികരണത്തിൽ തന്നെ മനസ്സിലാക്കാം. നമുക്ക് അവരുടെ ബന്ധുക്കളുടെ എല്ലാം പ്രതികരണം വന്നിട്ടുണ്ട്. സിജോയുടെ ഫോട്ടോവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാണാതായി എന്ന് പറയുന്ന ആ ഫോട്ടോ ആണ് കാണുന്നത്. എന്തായാലും ഇതിൽ ഈ പള്ളി വികാരി പറയുന്നതും ഇടവക അംഗങ്ങൾ പറയുന്നതും നാട്ടുകാർ പറയുന്നതും അതോടൊപ്പം ഏറ്റവും ഒടുവിലായി ഈ സിജോയുടെ കുടുംബം പറയുന്നതും ഒറ്റ കാര്യമാണ്, ഈ വസ്തു പരിശോധിക്കുക. ഇനിയിപ്പോൾ അത് മൃതദേഹമാണെങ്കിൽ അതിൽ DNA പരിശോധന നടത്തുക, അതിലൊരു വ്യക്തത വരുത്തുക. ഇതാണ് ഇവരുടെ ആവശ്യം. എന്നാലും ആ ആവശ്യം നിറവേറാൻ പോകുന്നു. ഈ അന്വേഷണത്തിൽ ഒരു വേഗത വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ഇന്ന് തന്നെ ഇത് തുറന്ന് പരിശോധിച്ചേക്കാം. നമുക്കിതിനൊരു ഉത്തരം കിട്ടിയേക്കാം. ഇനി മൃതദേഹമാണെങ്കിൽ വലിയ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. DNA പരിശോധന ഉൾപ്പെടെ ഇൻക്വസ്റ്റ് നടത്തേണ്ടി വരും, പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും, അതിൽ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടി വരും. അതിൽ ആരുടേതാണ് ഈ മൃതദേഹം കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിൽ കല്ലറയ്ക്കുള്ളിൽ, സെമിത്തേരിയിലെ കല്ലറയ്ക്കുള്ളിൽ അസ്വാഭാവികമായി പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു വസ്തു കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട കേസിന് അതിൽ ചില വ്യക്തത വരാനുള്ള നീക്കങ്ങളിലേക്ക് നീങ്ങുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ DGPയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു. കോഴിക്കോട് വിലങ്ങാട് നിന്ന് 6 വർഷം മുൻപ് കാണാതായ വിലങ്ങാട് സ്വദേശിയായിട്ടുള്ള സിജോ സ്കറിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും ഈ സംഭവത്തോടെ ചുരുളഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം കുടുംബം കുറേ നാളുകളായി അവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്താണ് സിജോയ്ക്ക് സംഭവിച്ചതെന്ന കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അത് സിജോയുടെ മൃതദേഹമാണെങ്കിൽ, അല്ലെങ്കിൽ സിജോയെ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത്, അതിന് പിന്നിൽ ആരാണ്, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്.